സാർ, ഷിംജിത ഓടി 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 അങ്ങ് അറ്റം വരെ ഓടിയിട്ടും പിടിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രാഥമികമായ ഒരു സ്ഥിരീകരണം മാത്രമാണ്. നാളെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. മുൻകൂർ ജാമ്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഷിംജിതയെ പിടിച്ചു കഴിഞ്ഞാൽ ഷിംജിതയുടെ ന്യായീകരണം ഉണ്ടാവുമല്ലോ. സമൂഹത്തെ ഞാനങ്ങ് ഉദ്ധരിക്കാനും നന്നാക്കാനും വേണ്ടി ഇതൊക്കെ ചെയ്തതാണ്. മറ്റൊരു രീതിയിൽ സമൂഹത്തെ നന്നാക്കാൻ പറ്റില്ല. ബസ്സിൽ കയറി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ പുറകിൽ നിന്ന് അവൻ കൈയൊന്ന് പൊക്കുമ്പോൾ ശരീരത്തിൽ തട്ടി അത് വീഡിയോ എടുത്ത് പുറത്തിട്ട് അതിൽ പിന്നെ 4 റീച്ച് കിട്ടിയാൽ മാത്രമേ സമൂഹത്തെ ഉദ്ധരിക്കാൻ പറ്റൂ എന്നാണ് ഷിംജിത പോലുള്ളവർ പറയുന്നത്. എന്താണ് ഷിംജിതയെ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പൂതന എന്നൊരു ഭൂസുരനാശിനി ഭൂമിയിൽ എങ്ങും നടന്ന് എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. അത് നമുക്കറിയാം എന്താ ചെയ്തതെന്ന്. മുലപ്പാലിലൂടെ വിഷം കൊടുത്തുകൊണ്ട് കൃഷ്ണനെ കൊല്ലാൻ നോക്കി. പക്ഷേ ഇവിടെ മറ്റൊരു പൂതനാസമാനമായിട്ടുള്ള ഒരു ആൾ വന്നിട്ട് വളരെ മര്യാദയ്ക്ക് ബസ്സിനകത്ത് തിരക്കിനിടയിൽ മാന്യമായിട്ട് നിന്നിരുന്ന ഒരാളിനെ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭാരമുള്ള എന്തോ വസ്തു ഉണ്ടായിരുന്നു, ആ ഭാരമുള്ള വസ്തുവുമായിട്ട് തിരിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുട്ടാനിടയാക്കി. അതിൻ്റെ ഇന്ന് മാത്രമല്ല, ഇത് യാദൃച്ഛികമായിട്ട് ആരായാലും സംഭവിച്ചു പോകും. അല്ലെങ്കിൽ വലിയ സർക്കസുകാരായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു പോകും. ഉലയുന്ന ബസ്സിൽ ഭാരവുമായിട്ട് വരുമ്പോൾ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആളിനെ ചിലപ്പോൾ തട്ടിപ്പോവും. ഇതല്ലേ അങ്ങനെയുള്ള സന്ദർഭം നോക്കി ആ സമയത്ത് സ്നാപ്പ് എടുത്ത് അത് ഫോക്കസ് ചെയ്ത് വൈറലാക്കി മീഡിയയിൽ വിട്ടിട്ട് ഇങ്ങനെയാണ് തന്നോടൊരു പുരുഷൻ പെരുമാറിയത് എന്ന് പറയുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു സ്നാപ്പാണത്, വീഡിയോ ആണത്. കാരണം എന്താ, ബസ് ഇങ്ങനെ ഉലയുകയാണ്. ഇയാളെല്ലാം ആര് വിചാരിച്ചാലും ബസ്സിൻ്റെ ഉലച്ചിൽ നിർത്താൻ പറ്റില്ല. ഹെർക്കുലീസ് വന്നാലേ ബസ്സിൻ്റെ ഉലച്ചിൽ നിർത്താൻ പറ്റും. അതുപോലെ ബസ് ഉലയുന്ന കുഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. ആ പരുവം നോക്കി അതിൻ്റെ ഫോട്ടോ എടുത്ത് വൈറലാക്കിക്കൊണ്ട് തന്നെ അയാൾ അപമാനിച്ചു. ആ പെൺകുട്ടിയെ ഒന്നും നോക്കുന്ന പോലുമില്ല ഈ മനുഷ്യൻ, മാന്യനായിട്ടുള്ള വ്യക്തി. പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇയാൾ ചെല്ലുകയല്ല ചെയ്തത്, പെൺകുട്ടി ഇയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ക്യാമറയായിട്ട് ഫോട്ടോ എടുക്കാൻ, ദുഷ്ടലാക്കോടുകൂടി. അങ്ങനെയൊക്കെ ചെയ്ത് മാന്യനായ ഒരു വ്യക്തി വേദന തിരിച്ചടിക്കാനല്ല തുടങ്ങിയത്. പാവപ്പെട്ട അയാൾ ഈ വീഡിയോ വരുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇത് കണ്ടാൽ എന്തു തോന്നും, അവരെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? അവരോടൊപ്പം താമസിക്കുന്ന തന്തയ്ക്ക് പിറന്ന അയാൾ അന്ന് തന്നെ ആത്മഹത്യ ചെയ്തു. അപമാനഭാരം സഹിക്കാൻ വയ്യാതെ സമൂഹം. ഇങ്ങനെ തന്നെയാണ് പണ്ടൊരിക്കൽ ഇവിടെ നമ്മുടെ എറണാകുളത്തിനടുത്ത് തന്നെയുള്ള ചേന്ദമംഗലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ചേന്ദമംഗലമല്ല ചേന്ദമംഗലൂർ എന്ന സ്ഥലത്ത് 2 പെൺകുട്ടികൾ, അവരെക്കുറിച്ച് മനോരമ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു വാർത്ത കൊടുത്തു. ആ പെൺകുട്ടികളുടെ 2 പേരുടെയും ഫോട്ടോ എടുത്തുകൊണ്ട് പെൺകുട്ടികൾ കള്ളുഷാപ്പിൽ, മനോരമയ്ക്ക് പൈങ്കിളി വാർത്ത 1-ാം പേജിൽ. ഈ പൈങ്കിളികൾ, ഈ 2 പെൺകുട്ടികൾ എന്ത് ചെയ്തു? പിറ്റേ ദിവസം 2 എണ്ണവും കൂടി ആത്മഹത്യ ചെയ്തു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. 2 എണ്ണവും കൂടെ ആത്മഹത്യ ചെയ്തു, 2 പേരും. പിന്നെ മനോരമയിൽ പിന്നെ വന്ന വാർത്ത ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. സംഭവം എന്താണെന്നറിയാമോ? ഇവിടെ 2 പെൺകുട്ടികൾ കള്ളുഷാപ്പി, എന്താ ഈ ആണുങ്ങൾക്ക് കള്ളുഷാപ്പി വാങ്ങി പെൺകുട്ടികൾ പോകുന്ന എന്താ കുഴപ്പം? എന്താ സമത്വമല്ലേ? സമത്വം ഉള്ളപ്പോഴത്ത് പെൺകുട്ടികൾക്ക് പോകരുതെന്ന് ആരാ പറഞ്ഞത്? പോകണം, ആണുങ്ങൾ പോകുന്നിടത്ത് അവരും പോകണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ ഭർത്താവ് കള്ളുഷാപ്പി വന്ന് ഞാനും പോകുമെന്ന് പറയും, ഭാര്യ പറയണം, അപ്പോൾ അവൻ്റെ കള്ളുകൂടി നിൽക്കും. ആ രീതിയിലാണ് അങ്ങനെ ചെയ്യണം, തൻ്റെ ഇടമായിട്ട് ചെയ്യണം. അത് തൻ്റെ ഇടവിൻ്റെ കള്ളുകൂടി പകുതി നിൽക്കും. അങ്ങനെ ചെയ്യണം. ആ പെൺകുട്ടികൾ പോയെന്നും പറഞ്ഞു. ഇപ്പോൾ പബ്ബിൽ എത്ര പേര് പോകുന്നു ബാംഗ്ലൂരിൽ? ആർക്കും വാർത്തയല്ലല്ലോ. കേരളത്തിൽ പോലും ഉണ്ടല്ലോ പബ്ബ്, സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികൾ പബ്ബിൽ പോകും. എന്താ കുഴപ്പം? ആണുങ്ങൾക്കാവുന്നതെല്ലാം പെണ്ണുങ്ങൾക്കും ആവും. കാണിക്കുന്നുണ്ടല്ലോ, വിമാനം പറത്തിക്കുന്നുണ്ട്, കപ്പൽ ഓടിക്കുന്നുണ്ട്, നമ്മുടെ മെട്രോ ഓടിക്കുന്നുണ്ട്. ഈ രംഗത്തെല്ലാം ആണുങ്ങളാവുമെങ്കിൽ പെണ്ണുങ്ങൾക്കും ആവും. ഓക്കെ, അതാണല്ലോ നമ്മൾ സമത്വം എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാം? ഈ പെൺകുട്ടികൾ ജന്മത്ത് കള്ളുഷാപ്പിൽ പോയിട്ടേ ഇല്ലായിരുന്നു. എന്ത് പറ്റുന്നു? അവിടുത്തെ ഈ പെൺകുട്ടികൾ കള്ളുഷാപ്പിൽ പോയെന്നുള്ള വാർത്ത കേട്ടപ്പോൾ മനോരമയ്ക്ക് പുളകം കൊണ്ടിട്ട് വാർത്ത കൊടുക്കാൻ അങ്ങ് ത്വര. അപ്പോൾ വാർത്തയൊന്ന് കൊഴിപ്പിക്കാൻ ഈ പെൺപിള്ളേരുടെ ഫോട്ടോയും കൂടെ കൊടുക്കണം 1-ാം പേജിൽ. മനസ്സിലായോ? അപ്പോൾ ഏജൻറ്റിനോട് പറയും ഫോട്ടോ ഇത്രയും വേഗം കളക്ഷൻ. ഏജൻറ്റ് എന്തോ ചെയ്തു? അവന് ഇതിൻ്റെ ഗൗരവം വല്ലതും അറിയാവും. അവൻ എന്ത് ചെയ്തു? അവിടെ എല്ലാം തപ്പി നോക്കി ഫോട്ടോ കിട്ടുന്നില്ല. അവൻ അടുത്തുള്ള സ്റ്റുഡിയോയിൽ നിന്ന് നല്ല കണ്ടാൽ കൊള്ളാവുന്ന 2 പെൺപിള്ളേരുടെ ഫോട്ടോ എടുത്ത് വെച്ചു, കൊടുത്തു, അയച്ചു. മനോരമ 1-ാം പേജ് പ്രസിദ്ധീകരിച്ചു. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണത്. അതിൻ്റെ പിന്നെ ആ വാർത്ത കൊടുത്ത ജക്കോബി ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ ഇരുന്ന് മനോരമയുടെ ബ്യൂറോയിൽ ഇരുന്ന് കരയുകയും ചെയ്തു. ഇതുപോലെ അപമാനിതരായ പെൺകുട്ടികളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നറിയോ? അയ്യോ, ഇനി ഞങ്ങൾ എങ്ങനെ അച്ഛനെയും അമ്മയെ അഭിമുഖീകരിക്കും? വാർത്ത വന്നു, സത്യമല്ല, അത് കള്ളമാണ്. കള്ളമാണെങ്കിലും അപമാനമാണ്.
കള്ളമാണെങ്കിലും അത് അപമാനമാണ്. അവരെ അഭിമുഖിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ അപമാനമില്ലാത്ത ലോകത്തേക്ക് യാത്ര ചെയ്യും. അതുപോലാണ് ഇയാൾക്കും പറ്റിയത്. ഒരു തെറ്റും ചെയ്യാത്ത ആൾ വളരെ മനഃപൂർവ്വം വൈറലാവാൻ വേണ്ടി, ഇപ്പോഴത്തെ എല്ലാവർക്കും വലിയൊരു താല്പര്യമാണല്ലോ, വലിയൊരു ആക്രാന്തമാണ് വൈറലാവുക. ഫോട്ടോ എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഏത് വേഷത്തിലും പോയിട്ട്, തുണിയില്ലാത്ത വേഷത്തിലും ഫോട്ടോ എടുത്തിട്ട് വൈറലാകാനൊരു ത്വര യുവജനങ്ങൾക്കിടയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. അതൊരു രോഗമാണ്. ആ രോഗമാണ് ഈ കുട്ടിയെ ബാധിച്ചിരുന്നത്. എന്നിട്ട് അവളെന്താ പറയുന്നത്? ഞാൻ മോട്ടിവേഷണൽ സൈക്കോളജിസ്റ്റാണ്, നല്ല മോട്ടിവേഷനാണ് നടത്തിയത് അല്ലേ? എന്തൊരു മോട്ടിവേഷൻ നടത്തിയത്? ആ പാവത്തിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ആത്മഹത്യയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്നിട്ടോ എനിക്കല്ല കുഴപ്പം, ഈ സമൂഹത്തിനാണ് ചികിത്സ വേണ്ടത്. സമൂഹത്തെ ചികിത്സിക്കാൻ പോയതാണ്, എന്നിട്ട് ഒളിവിൽ കഴിയുന്നത്. സമൂഹത്തെ ചികിത്സിക്കാൻ സമൂഹം മോശമാണ്, ഇവൾ മാത്രം ശരിയാണെന്ന്. സമൂഹം എന്ന് പറയുന്നത് 99% ശരിയാണ്. ഇതുപോലുള്ള 1% മാത്രമാണ് അതിനകത്ത് തെറ്റുകൾ കാണിക്കുന്നത്, ഇതുപോലുള്ള പരാക്രമങ്ങൾ കാണിക്കുന്നത്. പുരുഷന്മാരുടെയും പരാക്രമങ്ങൾ കാണിക്കുക. ഇനിയിപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം, വനിതാ കമ്മീഷനൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടി. പുരുഷന്മാർക്ക് ഇതുപോലെ കമ്മീഷൻ തുടങ്ങിയേ പറ്റും. പലതരത്തിൽ പുരുഷന്മാർ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഭീഷണിയായിട്ട് വരുന്നുണ്ട്. ഞാനില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുത്ത് ഇവനെ അപമാനിക്കാൻ പറ്റും. അതുപോലുള്ള സന്ദർഭങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്ന. മേലുദ്യോഗസ്ഥൻ അവധി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്ത്രീ പീഡന കേസിൽ ഞാൻ പരാതി കൊടുക്കും, ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ടാൽ മുംബൈയിലൊരു കേസിൽ നമ്മൾ കണ്ടതാണല്ലോ, ഭർത്താവിനോട് 30,000 രൂപ ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. നേരെ അവിടെ കൊണ്ടുപോയി ഇയാൾ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്, ബലാത്സംഗം ചെയ്യുന്നുണ്ടെന്ന് പരാതി കൊടുത്തു. കോടതി പറഞ്ഞു അങ്ങനെ ഭർത്താവിൻ്റെ ബലാത്സംഗം എന്ന് പറയുന്നത് ഇവിടെ സ്വീകരിക്കുകയില്ല, പരപുരുഷന്മാർ ബലാത്സംഗം ചെയ്തെങ്കിൽ മാത്രം. സത്യം, ഇത് നടന്ന കാര്യം. അടുത്തിടെ ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ നടന്ന കേസാണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടത്തി. എന്താ തന്നെ ഇങ്ങനെ വനിതകൾ ഇങ്ങനെ തുടങ്ങിയ പുരുഷന്മാർ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാ സ്ത്രീകളും അങ്ങനെ എൻ്റെ അമ്മ സ്ത്രീയാണ്, എൻ്റെ സഹോദരി സ്ത്രീയാണ്, എൻ്റെ ഭാര്യ സ്ത്രീയാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ ഞാൻ പിടിച്ചവരെ ജയിലിൽ പോലീസിൻ്റെ മുമ്പിൽ ഹാജരാക്കുവരെ. അതാണ് വേണ്ടത്. ന്യായീകരിക്കില്ല, ഒരിക്കലും ന്യായീകരിക്കില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു പുരുഷ കമ്മീഷനെ കുറിച്ച് ചിന്തിച്ചാൽ എന്താ? വനിതാ കമ്മീഷൻ ഈ ഒരു കാര്യത്തിൽ ഇതിൽ മാത്രമേ ഉള്ളൂ. രാഹുൽ ഈശ്വറിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഒരു പുരുഷ കമ്മീഷൻ വരണം. ഇങ്ങനെയുള്ള പരാതികൾ ഏറ്റുവാങ്ങാനെങ്കിലും ഒരു ആത്മഹത്യ ഒഴിവാക്കാനെങ്കിലും അവരുണ്ടാവണം. അല്ല രക്ഷയില്ല. സ്ത്രീകൾ പലതരത്തിൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നു. സെക്സ്പ്ലോയിറ്റേഷൻ ഇതെല്ലാം നടത്തുന്നുണ്ട്. ഈ എക്സ്പ്ലോയിറ്റേഷനുകളിൽ നിന്നും ഒരു രക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കമ്മീഷൻ ഉണ്ടാവുക. പകരം ചോദിക്കാൻ, ഈ പുരുഷന്മാരോട് ചെയ്തതിനൊക്കെ പകരം ചോദിക്കാൻ നമുക്കൊരു പുരുഷ കമ്മീഷൻ. ഐഡിയയോട് പ്രതിഷേധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പുരുഷ കമ്മീഷൻ വേണമെന്ന് ഇതുവരെ അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു. പക്ഷെ ദീപകിന്റെ മരണശേഷം അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശക്തമായ ഒരു പുരുഷ കമ്മീഷൻ വേണം. ഞാൻ ധന്യനായി.